മച്ചന്മാരെ, അപ്പം നമ്മൾ രാവിലെ തന്നെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. വെള്ളം നല്ല സെറ്റായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ കാസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇടിവെട്ട് ചെറുമീനുകളുടെ ഒരു വിഹാര കേന്ദ്രമാണിത്. ഇവിടുന്ന് അടിക്കുന്നത് എത്ര വലിയ ചെറുമീനാണ് നമുക്ക് ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഈ സൈഡ് പറ്റിയാണ് കാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു സ്പോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ശബ്ദം ഉണ്ടാക്കാതെ വേണം കാസ്റ്റിംഗ് ചെയ്യാനായിട്ട്. ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ഈ ചെറുമീൻ പോലുള്ള മീനുകൾ കറക്റ്റായിട്ട് നമുക്ക് ഫ്രോഗ് നമ്മൾ ഉദ്ദേശിച്ചോട് തന്നെ വന്ന് വീണിട്ടുണ്ട്. അവിടെ മീനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നമ്മൾ പതുക്കെ നമ്മുടെ തവളേനെ ചാടിച്ച് കൊണ്ടുവരികയാണ്. അടിയിൽ മീനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്ത് നമ്മുടെ ഫ്രോഗിനെ അടിക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഡ്രാഗ് ഒന്ന് കറക്റ്റായിട്ട് സെറ്റാണോയെന്ന് ഉറപ്പ് വരുത്തണം. അല്പം ലൂസായിട്ടാണ് കിടന്നത്. നമ്മൾ നൈസായിട്ട് ഡ്രാഗ് ഒന്ന് അല്പം ഒന്ന് ടൈറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പണിയാണ്. നമുക്ക് ഈ ഡ്രാഗൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ മീൻ അടിച്ച് കഴിയുമ്പോൾ മിസ്സാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിലേക്ക് തന്നെ എറിയുകയാണ്. സ്പോട്ട് മാറ്റുന്നൊന്നുമില്ല, കറക്റ്റ് അവിടെ തന്നെ എറിഞ്ഞുകൊണ്ടിരുന്നാൽ മതി. മീൻ ഉറപ്പായിട്ടുണ്ടെങ്കിൽ അതൊരു മിസ്സേറായിപ്പോയി. നമ്മൾ വീണ്ടും റിട്രീവ് ചെയ്തെടുക്കുകയാണ്. ഇടയ്ക്ക് നമുക്കിങ്ങനെ ചെറിയ പണികളും കിട്ടും. അത് നമ്മൾ കാശ് ചെയ്യാനായിട്ട് പോവുകയാണ്. അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നമ്മൾ ആ കറക്റ്റ് ആ പോച്ചയുടെ അടുത്ത് തന്നെ എറിഞ്ഞെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. നമ്മൾ പതുക്കെ റിട്രീവ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പർ സൈസ് ചെറുമീനായിരിക്കും വന്ന് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സെക്കൻഡും വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ ഫ്രോഗിൻ്റെ ചലനം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തായ് ജംപ് ഫ്രോഗാണ്. ഇതുപോലുള്ള സ്പോട്ടുകളിൽ പുഴയുടെ സൈഡിലൊക്കെ കാശ് ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഐറ്റാണ് ഈ തായ് ജംപ് ഫ്രോഗ്. ഇതാകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ സ്വാഭാവികം തന്നെ ഒരു ആക്ഷൻ ഉണ്ട്. ഒരു തവള ചാടി വരുന്ന പോലെ തന്നെ ഇവൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ ചാടി വന്നോളും. ഇത് വെള്ളത്തിൻ്റെ അടിയിൽ ചെറുമീനുകൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അവന്മാർ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുകയും നമ്മുടെ ഫ്രോഗിനൊന്ന് അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പോട്ട് മാറ്റുന്നൊന്നുമില്ല, അവിടെ തന്നെ എറിയുകയാണ്. ചില സമയങ്ങളിൽ നമുക്ക് 1-2 എയറിൽ സ്ട്രൈക്ക് കിട്ടാറുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ഒരു സ്പോട്ടിൽ തന്നെ 10-30 പ്രാവശ്യമൊക്കെ എറിയേണ്ടി വരും. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചെറുമീനുകൾ ഓരോ സമയം ഓരോ മൈൻഡാണ്. ചില സമയത്ത് അവർ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മൾ എത്ര എറിഞ്ഞാലും ഫസ്റ്റൊന്നും വന്ന് അടിച്ചെന്ന് വരില്ല. കുറച്ച് ആ ഫുഡിൽ തന്നെ എറിഞ്ഞ് അവനൊന്ന് ചാർജാക്കി എടുക്കണം. ചാർജാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ കേസാണ്. അവനൊന്ന് സ്ട്രൈക്ക് ചെയ്തോളൂ. ഏതായാലും നമുക്ക് അവിടെ തന്നെ വീണ്ടും എറിഞ്ഞുകൊണ്ടിരിക്കാം.